കഥയ്ക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് നമ്മൾ എനിക്കതിനിങ്ങനെ ഇന്റിമേറ്റ് സീൻ എന്ന് പ്രത്യേകമായിട്ട് പറയണം എന്ന് തന്നെ എനിക്ക് തോന്നണില്ല. അതൊരു സിനിമയുടെ ചാപ്പാക്കുരിശിൽ അന്ന് ആ ഒരു സീക്വൻസ് ഇല്ലെങ്കിൽ അത് സിനിമയില്ല. അതിലങ്ങനെ ആ ഒരു സീക്വൻസ് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് ആ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ ഇടപഴകിയാൽ മാത്രമേ ആ സിനിമയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി എന്ത് പറയും, ആൾക്കാർ അത് പറയും, ഇത് പറയുന്നേക്കാളും കൂടുതൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഇതില്ലെങ്കിൽ സിനിമയില്ല. അപ്പൊ എനിക്കിത് ഓഫർ ചെയ്യപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ആ സമയത്ത് ഓഫ് കോഴ്സ് ഇപ്പൊ ഞാൻ ഇവിടെ ധൈര്യത്തിൽ പറഞ്ഞു, അന്ന് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും ഈ പറയുന്ന പേടികളുണ്ട്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ സിനിമയെ നമ്മൾ കൂടുതൽ പഠിക്കുകയും സിനിമ ഒരു ക്രാഫ്റ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോ ഇത് ആവശ്യമാണെങ്കിൽ അതിന് ആ കഥാപാത്രങ്ങൾ അത് അങ്ങനെയാണ് ആ സീനിൽ ഇടപഴകണമെങ്കിൽ അത് ചെയ്യണം. അതിനൊരു ജഡ്ജ്മെന്റൽ കണ്ടൂടെ കാണുന്നവർ അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ഈ ചോദ്യത്തിന് ഏറ്റവും ഉത്തരം പറയേണ്ടത് ഇപ്പൊ എനിക്കൊന്ന് അനാർക്കലിയാണ്. അതിനകത്ത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു മേക്ക് ബിലീഫ് ചെയ്യേണ്ടത് അതിനകത്ത് ആക്ച്വലി അനാർക്കലിയുടെ ക്യാരക്ടറാണ് അല്ലെ. അത് ഞാൻ ആ ടീസറിൽ കണ്ടു. ആ ഒരു സ്ട്രെങ്ത് അങ്ങനെ ഒരു ചെയ്യാൻ തോന്നിയത് അതൊക്കെ എങ്ങനെയായിരുന്നു, ആ ഡിസിഷൻ എടുത്തതും ഒക്കെ? അയ്യോ, എനിക്കത് ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പൊ ഈ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ മാർക്സ് ഒന്നും അനാർക്കലിനെ തോന്നിയിട്ടേ ഇല്ല? അതൊന്നും എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അതിപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്റെ ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യാം. അല്ല, അപ്പൊ കൂടെ ആ ഒരു സീനിൽ അഭിനയിച്ചതാരായിരുന്നു? ജെറിൻ ഷിഹാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആള് ഫാമിലി ഗൈ എന്നുള്ള ഒരു സീരീസിലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാരും ന്യൂ ഫേസസ് ആണല്ലേ നിങ്ങളുടെ കൂടെ ചെയ്ത? ബാക്കി കൃഷ ന്യൂ ഫേസ് അല്ല, തെലുഗു ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും ന്യൂ ഫേസ്. ന്യൂ ഫേസ് എന്നൊക്കെ പറയുന്നുള്ളൂ, എല്ലാരും വളരെ ഗംഭീര പെർഫോമൻസസ് ആണ് അല്ലേ. കാരണം അവര് നമ്മൾ കാണുന്ന ന്യൂ ഫേസ് എന്നേ ഉണ്ടാവുള്ളൂ മൂവിയിലൂടെ, അവർക്കല്ലാതെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഭയങ്കര പെർഫോമൻസ് എല്ലാവരും ഇതിനകത്ത്. ആക്ച്വലി നമ്മളൊക്കെ എനിക്കൊക്കെ എന്താന്ന് വെച്ചാൽ ഞാനൊരു അത്രയും നാളായിട്ട് സിനിമയിൽ വരുമ്പോ ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നാടകീയതയും ഇതൊക്കെയുള്ള ഒരു കൈൻഡിൽ വന്നിട്ട് പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു ഭയങ്കര കാഷ്വൽ ബിഹേവ് ചെയ്യുക അങ്ങനത്തെ പാറ്റേണിലേക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ ഇവരൊക്കെ എന്തായാലും കണ്ടംപററി സിനിമയുടെ ഭാഗമാണ്. അപ്പൊ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നമായിരുന്നു. വെച്ചാൽ അത് എനിക്ക് പേടിയായിരുന്നു, ദൈവം ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതൊരു സെൽഫ് ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു ശരിക്കും. എന്ന് വെച്ചാൽ പുതിയ വേവിൽ നമ്മൾ അവരെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഭയങ്കര അവര് വേറെ ലെവൽ അവര് അതെ അങ്ങനെ ഒരു ഈസായിട്ട് അഭിനയിക്കുമ്പോ അതിലേക്ക് എനിക്ക് മോൾഡ് ചെയ്യപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ സ്ക്രിപ്റ്റിൽ തന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഇതാണ് എന്നൊക്കെ കണ്ടപ്പോഴും ഇതുവരെ അനാർക്കലി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിലേക്ക് ആകപ്പെടാനായിട്ട് എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ?